ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജൽ വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തു പോകാനുള്ള പ്ലാൻ ഉണ്ട്. ഇനിയിപ്പോൾ ദിലുവിൻ്റെ കല്യാണമൊക്കെ ആവാനായി. ഇന്ന് ജൂലൈ 1 ആണ്. അപ്പോൾ ജൂലൈ 10th തൊട്ടിട്ട് പരിപാടികളൊക്കെ സ്റ്റാർട്ടാവും. അപ്പോൾ ഞാനും റിസയും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കല്യാണം ആവണതിന് മുന്നേ നമുക്ക് ചെറുതായിട്ട് മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്യുക എന്നൊക്കെയുള്ള രീതിയിൽ ലെയർ കട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യണത്. അപ്പോൾ ഇന്ന് പോയിട്ട് നമ്മൾക്കപ്പോൾ ഹെയർ കട്ട് ചെയ്യണം ഞങ്ങൾ രണ്ടുപേരും. പിന്നെ റിസാക്ക് അലോട്ട്മെന്റ് കൊടുത്തിട്ട് മണത്തല സ്കൂളിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ അവളെ ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം. പിന്നെ കുറച്ച് അങ്ങനത്തെ കുട്ടി കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ടൊക്കെ നമ്മൾ പുറത്ത് പോവാണ്. അപ്പോൾ ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. റുവ ബേബി ഇത് ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരിയായിട്ട് ഇരിക്കേണ്ട ടാറ്റ പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ആ ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിച്ച് ഇനി നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. അയിൻ ബേബി അവിടെ നല്ല ഉറക്കത്തിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്തേ ഫ്ലവർ എവിടെ? ഫ്ലവർ എവിടെ കാണിച്ചെന്നെ? ഫ്ലവർ എവിടെയുള്ളതെന്ന്? പിങ്ക് ഫ്ലവർ ഉണ്ട് അവിടെ. ഒരുപാട് ഡ്രസ്സിന് മാച്ചുള്ള ഫ്ലവർ ഉണ്ട് ഇവിടെ, പിങ്ക് ഫ്ലവർ. അയിൻ ബേബി ഇത് ഷർട്ടും ട്രൗസറൊക്കെ ഇട്ടിട്ട് നല്ല സുന്ദരനായിട്ട് കിടക്കുന്നുണ്ട്, നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും റെഡി ആയതിനു ശേഷം നേരെ പോയത് റിസമോളെ ചേർത്താൻ വേണ്ടിയിട്ട് മണത്തല സ്കൂളിൽ കണ്ട. നമ്മൾ അതുവഴി കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിലും മണത്തല സ്കൂളിൻ്റെ ഉള്ളൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഉൾഭാഗം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പുറത്തുനിന്ന് ജസ്റ്റ് കാണാമെന്നല്ലാണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും ചേർത്താൻ പോകുമ്പോൾ ഞങ്ങളും കൂടി ഇറങ്ങാമെന്ന് വിചാരിച്ച് അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ഒരു വൈബും കാര്യങ്ങളൊക്കെ വേറെ തന്നെ കേട്ടോ. ഇത് 2 കുഞ്ഞി കുട്ടികൾ പോണോക്കിയ റുവമോളെക്കാട്ടി ഇത്തിരി വലിപ്പമുള്ള കേട്ടോ, KG പഠിക്കുന്ന കുട്ടികളാണെന്ന് തോന്നുന്നുണ്ട്. ഓരോ സെക്ഷനും പല ബിൽഡിങ്ങിലാണെന്നാണ് കേട്ടോ തോന്നുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു സെക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു, അത് +1 +2 ഒക്കെയാണ്. പിന്നെ ഒരു സൈഡിലുള്ള ബിൽഡിങ് ഫുൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടിട്ടുള്ള കുട്ടികൾക്കാന്ന് തോന്നുന്നുണ്ട്. ഈ KG കുട്ടികളുടെ സ്ഥലം എവിടെയാണെന്നുള്ളത് അറിയില്ല, അവരിങ്ങനെ അവിടെ നിന്ന് വരേണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തി. പിന്നെ റിസാനെ ചേർത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൂവാണെന്നുണ്ടെങ്കിൽ അവിടെ പുറത്ത് തന്നെ നിന്നിട്ട് ഫുൾ കളിയായിരുന്നു കേട്ടോ. കാരണം അവിടെ പുറത്ത് കുറേ കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളെല്ലാവരും കുറച്ച് പേർക്ക് PT പീരീഡ് ആയിട്ട് അവർ പുറത്തിറങ്ങിയിട്ട് കളിക്കുന്നുണ്ട്, അല്ലാത്ത കുറേ കുട്ടികൾ പുറത്തുണ്ട്. അപ്പോൾ അവരവിടെ കുറേ കളികളൊക്കെ കളിക്കുമ്പോൾ റൂവാക്കാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കി നിൽക്കലായിരുന്നു കേട്ടോ പണി. അപ്പോൾ ഇവിടെ ഇതേ ഷട്ടിൽ ബാറ്റും അതുപോലെ അവരെന്നെ ബോളൊക്കെ ഉണ്ടാക്കിയിട്ട് ബോൾ വെച്ചിട്ടും ഒക്കെ ഓരോ ഗെയിംസൊക്കെ കളിക്കുന്നുണ്ട്. റുവ ബേബി ആണെങ്കിൽ അവിടെ ഇങ്ങനെ നിന്നിട്ട് അവിടെ കുറേ മണ്ണ് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന്മേൽ കയറണം എന്ന് പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഉമ്മ അതിൽ കയറണം എന്നുള്ള പോലെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവള് ഒറ്റയ്ക്ക് കയറാനുള്ള ശ്രമം നടത്തി, പക്ഷെ കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അങ്ങനെ ആയിട്ട് നിൽക്കരുന്നു. പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ കുറച്ച് കുട്ടികൾ വന്നിട്ട് ഇവളെ കണ്ടിട്ട് ഇവളായിട്ട് വർത്താനം പറയാനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരവിടെ കളിക്കായിരുന്നു. അപ്പോൾ റുവാക്ക് ഇതിൽ കയറണം എന്ന് കാണിച്ചപ്പോൾ പിന്നെ ആ കുട്ടികളെല്ലാവരും റുവാനെ കൈയൊക്കെ പിടിച്ചിട്ട് ഈ ഒരു ഇതിൻ്റെ മുകളിൽ കയറ്റും ഇറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ നമ്മളായിട്ട് വർത്താനം പറയുകയൊക്കെ ചെയ്തിട്ട് 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർ PT പീരീഡിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ റുവ മോളായിട്ട് കുറച്ച് നേരം കളിച്ച് അവൾ അത്രയുള്ള കുട്ടികളായ കാരണം വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ അവരെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതേ കുറച്ച് ടൈം പപ്പ അയിൻ ബേബിനെ എടുത്ത് ഇവിടെ നിൽക്കുന്നുണ്ട്. അയിൻ ബേബി നല്ല കുട്ടിയായിട്ട് നിൽക്കണ്ടായിരുന്നു കേട്ടോ. റുവാക്ക് പിന്നെ അവിടെ ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അവിടെ ഇതേ ഇങ്ങനെ ആ കയറണ സ്ഥലം കണ്ടപ്പം സ്ലൈഡ് പോലെ അതിമ കയറുക ഇറങ്ങുക അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവൾ ഫുൾ ബിസി ആയിരുന്നു ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ട്. അവളെ ആക്ച്വലി അവിടെ പുറത്ത് നിന്നിട്ടും പിന്നെ ഇങ്ങനെ ഇതിമലൊക്കെ കളിക്കണതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. കാരണം ഇവിടെ വരാന്തായ കാരണം അവള് പെട്ടെന്ന് താഴെ നോക്കാണ്ട് കേട്ടോ നടക്കുക. ഒരാവശ്യം ഇതുപോലെ ഇങ്ങനെ നടന്നു പോയിട്ട് പെട്ടെന്ന് അപ്പുറത്തേക്ക് വീഴാൻ പോയി. അപ്പം ഞാൻ വിചാരിച്ചു അവളിങ്ങനെ പുറത്ത് തന്നെ നിന്നിട്ട് കളിച്ചോട്ടെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അവിടെ ഇരുന്നിട്ട് ഒരു ബെഞ്ചുമ്മ അവളെടുത്ത് അയിൻ ബേബിനെയും പിടിച്ചിട്ട് നമ്മൾ അവിടെ എത്തിയ ടൈമിലാണെന്നുണ്ടെങ്കിൽ 12th ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ റുവബീബിനെ കണ്ടിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ക്ലാസ്സിൻ്റെ ഉള്ളിലേക്ക് വായോ പറഞ്ഞിട്ടൊക്കെ. പിന്നെ ഇതൊരു ലെങ്തി പ്രൊസീജിയർ ആയിരുന്നു കേട്ടോ. റിസമോൾ അവിടെ ചേർത്താന്ന് പറയുന്നത് 3 മണിക്ക് പോയിട്ട് 4 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പം പിന്നെ നമ്മളുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോവാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഗുരുവായൂരുള്ള അമിഗോസ് എന്ന് പറഞ്ഞിട്ടുള്ള മേക്കപ്പ് സ്റ്റുഡിയോയിലാണ് പോയത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് അവിടെ പോണത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും നോക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ അവിടെ എത്തി. അപ്പോൾ റിസയുടെ ഫസ്റ്റ് പ്ലാൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഹെയർ കട്ട് ചെയ്യണം, ലെയർ കട്ട്, പിന്നെ കളറിങ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ നമ്മൾ അവിടെ പോയിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അവിടെ ഒരു ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. ഒരു സ്ട്രിപ്പ് നമ്മൾ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെയറിന് 200 ആണ് വരിക എന്നൊക്കെ പറഞ്ഞിട്ട് ആ റേഞ്ചിലൊക്കെ. പിന്നെ നമ്മൾ പ്ലാനൊക്കെ മാറ്റി നമ്മൾ രണ്ടുപേരും ഹെയർ കട്ട് മാത്രമാണ് ചെയ്തത്. ഞാനും റിസയും ലെയർ കട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഹെയറൊക്കെ വാഷ് ചെയ്ത് പിന്നെ കട്ട് ചെയ്യാൻ തുടങ്ങി. ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഹെയറിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയുള്ള ലെയർ കട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ ടൈമിൽ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള യു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു താഴായിട്ട്, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നല്ലൊരു ഡിഫറൻസ് തോന്നിയിട്ടുണ്ടായിരുന്നു ചെയ്ത് കഴിഞ്ഞപ്പോൾ. അങ്ങനെ പിന്നെ നമ്മൾ മുടിയൊക്കെ വെട്ടി കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം ടൈം എടുത്തു, ഒരു 1 hour എടുത്തിട്ടുണ്ട് എൻ്റെത് ചെയ്യാൻ വേണ്ടിയിട്ട്. റിസാർഡത് പിന്നെ അധികം ടൈം എടുത്തില്ല, കാരണം അവളത് ഓൾറെഡി ഷോർട്ട് ഹെയർ ആയിരുന്നു. പിന്നെ അതിന് കൂടെ ജസ്റ്റ് കട്ട് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അത് വേഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെതും കൂടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ തന്നെ എല്ലാവർക്കും അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു, എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മൾ ചാവക്കാട് കൂടയിൽ പോയി. ഇപ്പം മിക്ക ടൈമിലും നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ കണ്ട പോലെ. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് നമ്മളെല്ലാവരും കോഫിയും അതേപോലെ തന്നെ ഷവർമയും ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂമോൾക്ക് ഇപ്രാവശ്യം വേറെ തന്നെ ഷവർമ ഓർഡർ ആക്കിയിട്ട്, അല്ലെങ്കിൽ അവൾ എൻ്റെത് എടുത്ത് കഴിക്കും. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ഷവർമയും കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം ഇറങ്ങി. പിന്നെ ഈ കൂടയുടെ തന്നെ ഓപ്പോസിറ്റ് ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ, ബ്രൈഡൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ്. അവിടെ എന്ന് പറയുമ്പോൾ കുറേ ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുണ്ട് ഉള്ളത്. അപ്പോൾ ആ ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പാദസരം, കൈച്ചെയിന്, പിന്നെ കമ്മൽ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ വീട്ടിൽ വന്ന് പിന്നെ ഇന്ന് രാത്രിക്കലത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ റെഡ് സോസ് പാസ്തയാണ്. അപ്പോൾ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള റെസിപ്പി പറഞ്ഞുതരാം കേട്ടോ. ആദ്യം ബട്ടറിൽ കുറച്ച് വെളുത്തുള്ളി സോട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള, തക്കാളി, അതുപോലെ കാഷ്യൂ, കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇനി നമ്മൾ സെയിം പാനിൽ തന്നെ ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് പാല്, അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു പീസ് ബട്ടറും, പിന്നെ ഞാനിവിടെ ഒരു 3 സ്ലൈസ് ചീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്ത ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒന്നും കൂടിയും ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് ഒറിഗാനും ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി പാസ്ത റെഡിയാണ് കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ, ടേക്ക് കെയർ.